നമസ്കാരം. പടിഞ്ഞാറൻ ഏഷ്യ വീണ്ടും യുദ്ധത്തിന്റെ നിഴലിലാകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ എടുത്ത പുതിയ നയപരമായ നീക്കങ്ങളിലേക്കാണ്. ആയുധങ്ങളുടെ ഗർജനത്തിലൂടെയല്ല, മറിച്ച് നയതന്ത്രത്തിന്റെ വാതിലുകൾ തുറക്കുന്നതിനാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടെ അമേരിക്കയുമായി നിർണായകമായ ആണവ ചർച്ചകൾക്ക് തുടക്കമിടാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ഉന്നതതല ചർച്ചകൾക്ക് തയ്യാറാകാൻ ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് അദ്ദേഹം നിർദ്ദേശവും നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനുമായി ഒരു പുതിയ ആണവ കരാർ വേണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമുള്ള ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. കഴിഞ്ഞ ആഴ്ചകളിൽ ഗൾഫ് മേഖലയിൽ അമേരിക്ക വൻതോതിൽ സൈനിക വിന്യാസം നടത്തിയതും ഇറാനെ ചർച്ചയുടെ പാതയിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരിട്ടാണ് അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകൾക്ക് പച്ചക്കൊടി കാട്ടിയത്. തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾക്കുള്ള പ്രാഥമിക ധാരണകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉപരോധങ്ങൾ നീക്കി ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനൊപ്പം മേഖലയിൽ ഒരു വൻ യുദ്ധം ഒഴിവാക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയ കർശന നിബന്ധനകൾ ട്രംപ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് ഇറാൻ എത്രത്തോളം അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ചർച്ചകളുടെ ഭാവി. അമേരിക്കയുമായി ആണവ ചർച്ചകൾക്ക് തയ്യാറെടുക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയ നിർദ്ദേശം സംഘർഷം കുറയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്തപരമായ രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പുതിയ ആണവ കരാർ എന്ന പഴയ രാഷ്ട്രീയ നാടകവുമായി രംഗത്ത് വരുന്നത്. സമാധാന ശ്രമം വിഫലമായി മാറുമോ എന്നുള്ള ലോകരാഷ്ട്രങ്ങളുടെ ആശങ്കയുടെ ആക്കം കൂട്ടുന്നുണ്ട് ഈ സംഭവം. ട്രംപിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങളിൽ സമാധാനത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഗന്ധമാണ് ഉയരുന്നത്. ഇറാനുമായുള്ള പഴയ ആണവ കരാർ ഏകപക്ഷീയമായി വിലയില്ലാത്തതാക്കി കീറിക്കളഞ്ഞത് ട്രംപിന്റെ ഭരണകാലത്തായിരുന്നു. ആ നടപടിയാണ് ഇന്ന് പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരമാക്കിയതും ഇറാനെ വീണ്ടും പ്രതിരോധ നിലപാടുകളിലേക്ക് തള്ളിയതും. ഇപ്പോൾ വീണ്ടും ചർച്ചകളുടെ പേര് പറഞ്ഞ് ട്രംപ് രംഗത്തെത്തുന്നത് സമാധാനത്തിനായുള്ള ആത്മാർത്ഥ ശ്രമമല്ല എന്ന് ഉറപ്പാണ്. മറിച്ച് ആഗോള ഭീഷണികളെ ഉപയോഗിച്ച് ആഭ്യന്തര രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള തന്ത്രമാണ് ട്രംപ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധഭീതി വളർത്തി ശക്തനായ നേതാവ് എന്ന ഇമേജ് പണിയാനുള്ള ട്രംപിന്റെ രാഷ്ട്രീയ കളി ലോകം ഇതിനകം തിരിച്ചറിഞ്ഞതാണ്. ഇറാൻ ആരംഭിക്കാൻ ശ്രമിക്കുന്ന ചർച്ചകൾ തെറ്റുകളും അവിശ്വാസവും നിറഞ്ഞ ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. അത്തരം ചർച്ചകൾ വിജയിക്കണമെങ്കിൽ മറുവശത്ത് നിൽക്കേണ്ടത് വിശ്വസനീയതയുള്ള, സ്ഥിരതയുള്ള നേതൃത്വമാണ്. എന്നാൽ ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതം പഠിപ്പിക്കുന്ന പാഠം അദ്ദേഹത്തിന്റെ വാക്കുകളും നടപടികളും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നതാണ്. ഒരു കൈകൊണ്ട് കരാർ വാഗ്ദാനം ചെയ്യുമ്പോൾ മറുകൈയിൽ ഉപരോധവും ഭീഷണിയും ഉയർത്തിപ്പിടിക്കുന്ന സമീപനം യഥാർത്ഥ നയതന്ത്രമല്ല, അത് ശക്തിയുടെ അഹങ്കാരമാണ്. പടിഞ്ഞാറൻ ഏഷ്യയ്ക്ക് ഇനി വേണ്ടത് പുതിയ രാഷ്ട്രീയ നാടകങ്ങളോ തിരഞ്ഞെടുപ്പ് കേന്ദ്രീകൃത പ്രഖ്യാപനങ്ങളോ അല്ല. വേണ്ടത് ഉത്തരവാദിത്തപരമായ അന്താരാഷ്ട്ര സഹകരണവും കരാറുകൾ പാലിക്കുന്ന നേതാക്കളെയുമാണ്. ട്രംപിന്റെ രാഷ്ട്രീയ കളികൾ വീണ്ടും മേൽപ്പറഞ്ഞ മേഖലകളെ യുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളുന്നുവെങ്കിൽ അതിന്റെ വില കൊടുക്കേണ്ടി വരിക സാധാരണ ജനങ്ങളായിരിക്കും. അതിനാൽ തന്നെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചകളെ ലോകം പിന്തുണയ്ക്കുമ്പോഴും ട്രംപിനെ പോലുള്ള നേതാക്കളുടെ ഇരട്ടത്താപ്പുള്ള ഇടപെടലുകളെ കർശനമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. സമാധാനം ശക്തിയുടെ പ്രകടനത്തിലൂടെയല്ല, വിശ്വാസവും ഉത്തരവാദിത്വവും നിറഞ്ഞ രാഷ്ട്രീയത്തിലൂടെയാണ് സാധ്യമാവുക.